ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികളുടെ മാസും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും അതുപോലെ നമുക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻ, ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചുള്ളതാണ്. ഇത് ഗന്ധതൈലമാണ്. ഗന്ധതൈലം ഏതൊക്കെ കണ്ടീഷനിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസും ഇത് ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഗന്ധതൈലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഗന്ധതൈലം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു മരുന്നാണ്. അതായത് ഇതിൽ ധാരാളമായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറുത്ത എള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കറുത്ത എള്ളിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോൺ സ്ട്രെങ്ത്തിന് ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ബോണിൻ്റെ മാസ് കൂട്ടാനും അതുപോലെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗന്ധതൈലം ഉപയോഗിക്കാവുന്നതാണ്. ഗന്ധതൈലം ഉണ്ടാക്കുന്നത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു പ്രൊസീജിയറാണ്. 23 ദിവസത്തോളം എടുത്തിട്ടാണ് ഗന്ധതൈലം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു കറുത്ത എള്ള് കിഴി കെട്ടിയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഒരു 7 ദിവസം വെക്കും. അതിനുശേഷം ഈ എള്ള് എടുത്തിട്ട് പാലിലും അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിന്റെ കഷായത്തിലും 7 ദിവസം ഇട്ടതിന് ശേഷം ഉണക്കിയെടുത്തിട്ട് അവസാനത്തെ ദിവസം പാലിൽ മാത്രമായിട്ട് ഉണക്കിയെടുക്കുന്നതാണ്. അതിനുശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് ഏലാദി ഗണത്തിലുള്ള കുറച്ച് മരുന്നുകൾ, അതുപോലെ പത്മഗാദി ഗണത്തിൽപ്പെട്ടുള്ള 10ഓളം മരുന്നുകൾ, നറുനീണ്ടി, നമ്മുടെ രാമച്ചം, ചന്ദനം, രാസ്ന, ഇങ്ങനെയുള്ള കുഷ്ഠ തുടങ്ങിയ മരുന്നുകൾ ഒക്കെ കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ പാലും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടാണ് ഇത് എണ്ണയാക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് കുങ്കുമപ്പൂവും അതുപോലെ തന്നെ കന്മദവും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കൊരു 10 ml ബോട്ടിലാണ് വാങ്ങിക്കാൻ കിട്ടുക. ഇതിപ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. AVP, അതുപോലെ AVN, കോട്ടക്കൽ, നാഗാർജുന ഇവരൊക്കെ ഈ മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ ഗുണങ്ങൾ ഇനി നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിക്കേണ്ട പല രീതിയിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ബോൺ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഫ്രാക്ചർ വരികയാണ്, അപ്പോൾ ഫ്രാക്ചറിന് എല്ലുകൾക്ക് ബലം കിട്ടാൻ, ആ ഫ്രാക്ചറിന് ശേഷം ആ ബോണിന് പഴയ സ്ട്രെങ്ത് തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷനിൽ, ഷോൾഡർ ഡിസ്ലൊക്കേഷനിലൊക്കെ വളരെ നല്ല രീതിയിൽ ഈ ഒരു ഗന്ധതൈലം ഉപയോഗിക്കാറുണ്ട്. അഷ്ടവർഗം കഷായത്തിൻ്റെ ഒക്കെ കൂടെ ചേർത്തിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നടുവിനുണ്ടാകുന്ന വേദന, സയാറ്റിക്ക മൂലമുണ്ടാകുന്ന നടുവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലിപ്പ് ഡിസ്ക് മൂലമുണ്ടാകുന്ന നടുവേദന, അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടൈലോസിസ് മൂലമുണ്ടാകുന്ന നടുവേദന, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഗന്ധതൈലം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസിലും നമ്മൾ ഗന്ധതൈലം കൊടുക്കാറുണ്ട്. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ കാൽക്കേനിയസ് സ്പർ പോലുള്ള കണ്ടീഷൻസിൽ കൊടുക്കാറുണ്ട്. ആർത്രൈറ്റിസിൽ, ഓസ്റ്റിയോപോറോസിസിൽ, അങ്ങനെ ബോൺ സംബന്ധമായിട്ടുള്ളതും ജോയിന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളിലും തന്നെ നമ്മൾ ഈ ഒരു ഗന്ധതൈലം കൊടുക്കാറുണ്ട്. അത് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റ് മരുന്നുകൾ കൂടെ തരുന്നതാണ്. ഗന്ധതൈലം കമ്പൈൻ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഷോൾഡറിനൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അഷ്ടവർഗം കഷായത്തിൻ്റെ കൂടെയാണ് ഗന്ധതൈലം കൊടുക്കുക. അതുപോലെ മുട്ടിന് ജോയിൻറ്റ് തേയ്മാനമൊക്കെയാണ്, നമ്മുടെ കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ രാസ്ന സപ്തകം കഷായത്തിൻ്റെ കൂടെ ഗന്ധതൈലം കൊടുക്കാറുണ്ട്. അത് കണ്ടീഷൻ അനുസരിച്ചിട്ട് മറ്റു മരുന്നുകളൂടെ ചേർത്തിട്ട് ഗന്ധതൈലം കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഗന്ധതൈലം വളരെ നല്ല രീതിയിൽ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഫ്രാക്ചർ ഉണ്ടാവുമ്പോഴും അതുപോലെ ഡിസ്ലൊക്കേഷനിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബോൺസിൻ്റെയും ജോയിൻസിൻ്റെയും പ്രശ്നങ്ങളിൽ മാത്രമല്ല, നമുക്ക് ലിഗമെൻസിന് ഉണ്ടാവുന്ന ടിയറിനും നമ്മൾ ഈ ഒരു ഗന്ധതൈലം വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ACL ടിയറൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഗന്ധതൈലം പുറമേ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കാനും കൊടുക്കാറുള്ളതാണ്. അതുപോലെ നമ്മുടെ മസിൽസിനുണ്ടാവുന്ന എന്തെങ്കിലും സ്പ്രെയിൻസിനും നമ്മൾ ഈ ഒരു ഗന്ധതൈലം കൊടുക്കാറുള്ളതാണ്. ലിഗമെൻസിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും ഇത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടാണ്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആയുർവേദ പ്രകാരം അസ്ഥിധാതുവിൻ്റെ ഉപധാതുവായിട്ടാണ് മുടീനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോൺസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂടാനും ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഇത് വളരെ നല്ലതാണ്. അടുത്ത ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് കൂടിയിട്ടുള്ളവർ, അമിതവണ്ണമുള്ളവർ, ഒബസിറ്റി ഉള്ളവർക്കൊക്കെ
എപ്പോഴും മുട്ടുവേദന വരാറുണ്ട്, അല്ലെങ്കിൽ ബോൺസിന് വളരെയധികം വേദന കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള ബലക്ഷയങ്ങൾ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ഗന്ധതൈലം കൊടുക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഈ വളരെ ഒബസ് ആയുള്ളവർക്ക് ന്യൂട്രിയൻ അബ്സോർപ്ഷൻ വളരെ നല്ല രീതിയിൽ നടക്കാറില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻ അബ്സോർപ്ഷൻ അവർക്ക് കിട്ടാറില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നും ഡൈജസ്റ്റ് ആയിട്ടാണ് അബ്സോർബ് ആവുന്നത്. പക്ഷെ ഗന്ധതൈലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗന്ധതൈലം വളരെ പെട്ടെന്ന് നമ്മുടെ ബോൺസിലേക്ക് അബ്സോർബ് ആവുന്നുള്ളതാണ്. മറ്റു മരുന്നുകൾ പോലെ ഒരുപാട് ടൈം എടുത്തിട്ടല്ല ഇത് നമ്മുടെ ബോൺസിലേക്ക് അബ്സോർബ് ആവുന്നത്. ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ രക്ത മാംസ മേധ അസ്ഥി ധാതുക്കളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആഗിരണം നടക്കുന്നത്. പക്ഷേ ഗന്ധതൈലം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മേധോധാതുവിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മേധോധാതു കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ള അസ്ഥിധാതുവിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും അതുമൂലം തന്നെ നല്ല രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഒബസ് ആയിട്ടുള്ളവർക്ക് ഡൈജസ്റ്റീവ് ഫയർ അത്ര നല്ല രീതിയിലല്ല എങ്കിൽ കൂടി ഗന്ധതൈലം കഴിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. മറ്റ് കണ്ടീഷൻസിലൊക്കെ നമ്മളിപ്പം വേറെ മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ അഗ്നിദീപ്തി കൂട്ടുന്ന മരുന്നുകൾ കൂടെ കൊടുക്കും. ഡൈജഷൻ നല്ല രീതിയിൽ പ്രോപ്പറായ മാത്രമാണ് നമ്മുടെ മറ്റു കൊടുക്കുന്ന മരുന്നുകളും നല്ല രീതിയിൽ അബ്സോർബ് ആവുക. പക്ഷെ ഗന്ധതൈലത്തിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഗന്ധതൈലം വളരെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒബസ്സായിട്ടുള്ളവർക്ക് ഒബസ്സായി അമിതവണ്ണമുള്ളവർക്ക് ജോയിൻസിന് വരുന്ന വേദന, അസ്ഥികളിൽ വരുന്ന വേദനക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഗന്ധതൈലം ഉപയോഗിച്ച് വരാം. ഗന്ധതൈലം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എള്ള് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എള്ള് എന്ന് പറയുന്നത് ഫാറ്റ് ലോസിനെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഗന്ധതൈലം വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒബസ് ആയവർക്കും ഒക്കെ ഈ ഒരു ഗന്ധതൈലം വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഫാറ്റ് ലോസിനെ സഹായിക്കുന്നത് കൊണ്ട് PCOD ഉള്ളവർക്കൊക്കെ ഈ ഒരു എള്ള് നമ്മളെപ്പോഴും കൊടുത്ത് കാണാറുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഈ എള്ള് PCODയിൽ അത് PCODയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതൊരു ഫാറ്റ് ലോസിനെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എള്ള് നല്ല ചൂടുള്ള ഒരു ഔഷധമാണ്. ഈ ചൂട് കുറക്കാനാണ് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊസീജിയറിൽ ഇത് പാലിലും അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിന്റെ കഷായത്തിലും ഒക്കെ മുക്കി വെക്കുന്നത്. അതായത് അത് ഏറ്റവും കൂളൻ്റ് ആയിട്ടുള്ള, അതായത് ശീതവീര്യമുള്ള മരുന്നുകളിലാണ് ഇത് മുക്കി വെക്കുന്നത്. ഇതിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഈ ഒരു മരുന്നിന് കുറച്ച് ചൂട് ഉള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു മരുന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ അൾസർ കൂടാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇതിൻ്റെ ചൂട് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട്. അതുപോലെ തന്നെ UTI ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ അവരും ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കുട്ടികൾക്കും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ വളരെ സേഫാണ് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പ്രഗ്നൻ്റ് ആയവരാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം മരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് ഒരു 5 to 10 ഡ്രോപ്സ് ആണ് ഡെയിലി എടുക്കേണ്ട ഒരു ഡോസ്. നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂട് പാലിൽ ഒരു ഗ്ലാസ് പാലിലോട്ട് 10 തുള്ളി അല്ലെങ്കിൽ 5 മുതൽ 10 തുള്ളി വരെ ഉപയോഗിച്ച് നമുക്ക് അത്രയും ഡ്രോപ്സ് അതിലൊഴിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി പാല് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിലും ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഡ്രോപ്സ് ഒഴിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ക്യാപ്സ്യൂളിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് 2 ക്യാപ്സ്യൂൾ 2 ടൈംസ് രാവിലെയും രാത്രിയാണ്. അതൊക്കെ ഒരു ഡോക്ടറെ കണ്ട് മാത്രം നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ, മറ്റ് അസുഖങ്ങൾ ഇതിൻ്റെ കൂടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്